വളരെ തുച്ഛമായ തുക ക്ഷേമ പെൻഷൻ എന്ന പേരിൽ നൽകി അത് തന്നെ നൽകാതെ ഇങ്ങനെ കുടിശ്ശികയാക്കി മുടക്കം വരുത്തി അധികാരത്തിൽ നിന്നും ഇറങ്ങിയ ഒരു സർക്കാരാണ് മുൻപത്തെ UDF സർക്കാർ. LDF സർക്കാർ ഒന്നാം പിണറായി സർക്കാർ ആദ്യം അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പരിഗണനകളിൽ ഒന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അതിങ്ങനെ ക്രമാതീതമായി പടിപടിയായി ഉയർത്തി വലിയൊരു തുകയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വാസ്തവത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് KC വേണുഗോപാൽ ക്ഷേമ പെൻഷനെ അത് കൈക്കൂലിയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷേപിക്കാനുള്ള നിലയിൽ പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷൻ എന്ന രൂപത്തിൽ നൽകുന്നത് അത് ആനുകൂല്യം പോലുമല്ല, അതൊരു അവകാശമാണ്. അതെ, അപ്പോൾ അങ്ങനെ ഒരു അവകാശത്തെയാണ് KC വേണുഗോപാൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി. അതിനെതിരെ വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തൊക്കെ വിമർശനമുണ്ടെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അല്ലേ? അതെ, കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുമെന്ന് വേണുഗോപാൽ പറയുന്നു. വേണുഗോപാലിനെ പിന്തുണച്ച് VD സതീശനും രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വേണുഗോപാലിന്റെ അഭിപ്രായത്തിന് ഒപ്പമെന്നാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പിണറായി സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള കരുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം. ഇതിനെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയെന്ന് KC വേണുഗോപാൽ ആക്ഷേപിച്ചത്. വലിയ പ്രതിഷേധം ഉയർന്നിട്ടും പരാമർശം തിരുത്തില്ലെന്ന നിലപാടിലാണ് KC വേണുഗോപാൽ. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഉന്നയിച്ചിരുന്നു, നിയമസഭകളിൽ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. അതേസമയം വേണുഗോപാലിനെ പിന്തുണച്ച് VD സതീശനും രംഗത്തെത്തി. KC വേണുഗോപാലിന്റെ അഭിപ്രായത്തിന് ഒപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആളുകളെ കബളിപ്പിക്കുകയാണ്, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഒരു പിൻവലിക്കലും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, കബളിപ്പിക്കുകയല്ലേ. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല. 3-4 മാസം ഇലക്ഷൻ ആകുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കാം, എല്ലാം കൂടി ഒരുമിച്ച്. എന്നാൽ കൈക്കൂലി എന്ന പദം പ്രതിപക്ഷ നേതാവ് സതീശൻ ഉപയോഗിച്ചില്ല. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണെങ്കിൽ പ്രതിപക്ഷം കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിന് സതീശന്റെ മറുപടി ഇങ്ങനെയാണ്. നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിനെ നമ്മൾ എതിർക്കണമെങ്കിൽ ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും. പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടവും ഇതിനു വേണ്ടി കാത്തു നിൽക്കുക. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത്? ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? കൈരളി ന്യൂസ്, നിലമ്പൂർ.